തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസ് നിർദ്ദേശം ലംഘിച്ച് ബി.ജെ.പിയുമായി സഹകരിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്ക് അന്ത്യശാസനവുമായി ഡി.സി.സി. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ രാജിവെക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നുമാണ് നിർദ്ദേശം. പാറളത്ത് വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ അന്വേഷണ വിധേയമായി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നടപടിയുണ്ടല്ലോ. അവിടെ നിതീഷിനെയും വൈസ് പ്രസിഡന്റ് സബേറ്റേനെയും പുറത്താക്കി കഴിഞ്ഞു. അവിടെ അതിനെ നേതൃത്വം കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട വർഗീസിന് നമ്മൾ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ഇന്നാണ് അതിൻ്റെ സമയം തീരുന്നത്. അതിനുള്ളിൽ തൃപ്തികരമായ മറുപടി തന്നില്ലെങ്കിൽ പുറത്താക്കും. അതിലൊരു സംശയവുമില്ല. എന്ത് വികാരം പറഞ്ഞാലും കൂട്ടുകൂടാൻ പാടില്ലാത്തവരുടെ സഹായം ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. അങ്ങനെ ചേരുന്ന എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും നമുക്കതിൽ പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ. അവർ തെറ്റുതിരുത്തണം, ഏറ്റുപറയണം, സ്ഥാനം രാജിവെക്കും. തൃശൂർ ഡി.സി.സി. പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് മറ്റത്തൂരിൽ കോൺഗ്രസ് നിർദ്ദേശം ലംഘിച്ച് ബി.ജെ.പിയുമായി സഹകരിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോൾ തൃശൂർ ഡി.സി.സി വിഷയത്തിൽ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ 8 അംഗങ്ങളും രാജിവെക്കണം. 8 അംഗങ്ങളും അല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത ആളുകൾ രാജിവെക്കണം. ഇല്ലെങ്കിൽ ഈ 8 പേരെയും അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടെസ്സിയെയും കോൺഗ്രസ് തിരിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം അയോഗ്യതാ നടപടികളിൽ ടെസ്സിയും ഉൾപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ആ അയോഗ്യതാ നടപടികൾ ഒഴിവാക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തവർ രാജിവെക്കണം. രാജിവെച്ചാൽ മാത്രം പോരാ, അതിനുശേഷം അവർ പൊതുസമ്മേളനം വിളിച്ച് തങ്ങൾക്ക് പറ്റിയത് തെറ്റാണ് എന്ന് മറ്റത്തൂർ ജനതയോട് ഏറ്റുപറയണം എന്ന ആവശ്യമാണ് ഡി.സി.സി മുന്നോട്ട് വെച്ചത്. ഇന്നലെ ഈ സഖ്യത്തിൽ ഏർപ്പെട്ട ആളുകൾ വാർത്താ സമ്മേളനം നടത്തി തങ്ങളെ കേൾക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ സമയത്തടക്കം പറഞ്ഞിരുന്നത് തങ്ങളെ കേൾക്കണം, തങ്ങൾക്കും ചിലത് പറയാനുണ്ട്, ഡി.സി.സിയുമായി സഹകരിച്ചു പോകണം, തങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന വാദമുഖമായിരുന്നു അവർ ഉയർത്തിയത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ധാരണ എന്ന നിലയ്ക്ക് ഇവരോട് അടിയന്തരമായി രാജിവെക്കുക, അതിനുശേഷം തെറ്റേറ്റു പറയുക, തെറ്റേറ്റു പറഞ്ഞൊരു പൊതുസമ്മേളനം നടത്തിയാൽ അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്നറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർലത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള വാർഡ് മെമ്പറായിട്ടുള്ള ബിന്ദു തന്റെ വോട്ട് അസാധുവാക്കിയിരുന്നത് അബദ്ധം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ബോധപൂർവമാണ് എന്ന കണക്കുകൂട്ടലാണ് ഡി.സി.സിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി കൂടി ഇപ്പോൾ ഡി.സി.സി പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. ദിലീപ് കുമാർ, രാഷ്ട്രീയ വിവാദത്തിന്റെ കനലെരിയുന്ന മറ്റത്തൂരിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.